ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെരി വെരി വാം ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ എനിക്ക് ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒത്തിരി ആൾക്കാർ അതിൽ പങ്കെടുത്ത് കാണും. നമ്മുടെ എന്താ പറയാ, ഒന്ന് രണ്ട് ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്വർണം സംസാരിക്കാൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മൾ ജയന്തി മേഡത്തെ ഇവിടെ കാണുന്നുണ്ട്, മുമ്പിൽ തന്നെ കാണുന്നുണ്ട്. എങ്ങനെ, എന്ത് പറയുന്നു ജയന്തി മേഡം? ഹാപ്പി ആയി പോകുന്നു? ഹാപ്പി, സൂപ്പർ ഹാപ്പി. മനസ്സൊക്കെ ശാന്തമായില്ലേ ഇപ്പോ? പിന്നെ അന്നത്തെ ശാന്തത എപ്പോഴും ഉണ്ട്. അന്ന് ആ ക്ലാസ് കേട്ട ശാന്തത എപ്പോഴും മനസ്സിന് പോയിട്ടില്ല. അത് ഇപ്പോഴും നല്ല, ഒരു കാലത്തും പോകാൻ പാടില്ല. അതല്ലേ താങ്ക് യു സാർ. മുഹമ്മദ് അലി സാർ എന്ത് പറയുന്നു? മുഹമ്മദ് അലി കല്ലുവീട്ടിൽ എന്ത് പറയുന്നു? ഒന്നും പറയാനില്ല, വളരെ എനർജിഫുള്ളായി. ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് ഞാനിപ്പോ 3:30 എഴുന്നേക്കണം. കാരണം എനിക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയം കഴിയണില്ല. വളരെ എനർജിഫുൾ. എഴുന്നേറ്റ പിന്നെ ക്ഷീണമില്ല, പിന്നെ ഉറങ്ങണം തോന്നാറില്ല. ഏതാ? ശരി, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് തുടങ്ങാം. അതുപോലെ നമ്മളെ കോഴിക്കോട് പങ്കെടുത്ത അഷ്റഫ് സാറൊക്കെ കാണുന്നുണ്ട്. അഷ്റഫ് സാറെ എന്ത് പറയുന്നു? അഷ്റഫ് സാർ ഇല്ലല്ലേ? ശരി, ഏതായാലും വളരെ വളരെ സന്തോഷം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നു. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, ഏതൊരാൾക്കും ഉപകാരം ലഭിക്കുന്ന ഒരു സെഷനാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, പല ആളുകളും ഈ സ്ട്രെസ്സും ടെൻഷനും ഇതൊക്കെ എങ്ങനെ രക്ഷപ്പെടും, പണം എങ്ങനെ ഉണ്ടാക്കും, അതുപോലെ തന്നെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി നിർത്തണം സർ, മനസ്സെപ്പോഴും അസ്വസ്ഥമാണ് സർ എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഗ്രേറ്റ് വിസ്ഡം നിങ്ങളുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കാൻ വേണ്ടി പോവാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഭാരതത്തിലുള്ള 1-2 മതങ്ങളാണ്. ഒന്ന് ബുദ്ധമതവും മറ്റൊന്ന് ജൈനമതവും. ബുദ്ധമതം ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജൈനമതം മഹാവീരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവരുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഒരുപാട് അതിശക്തമായ വിസ്ഡങ്ങളുണ്ട്. ഇതെല്ലാം ഹൈന്ദവ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നു. എല്ലാ മതങ്ങളും പരസ്പരം ബന്ധിതമാണ്. അപ്പൊ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെ, അതിൽ നിന്ന് ആവശ്യമായ വിസ്ഡങ്ങളെ പിഴിഞ്ഞെടുത്ത് അതിന്റെ ജ്യൂസ് നമ്മൾ എടുത്താൽ മതി. അതല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇതിലൊരു സ്റ്റോറി പറയുന്നത്, 6 ആളുകൾ ഒരു യാത്ര പോവാണ്. അവരിങ്ങനെ വനത്തിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവര് 6 പേരടങ്ങിയ ഒരു സംഘമാണ്. അവർക്ക് വനത്തിന്റെ ഉള്ളിൽ നിന്നും അതിയായ വിശപ്പ് അനുഭവപ്പെടുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട് വരുന്നു. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു, അതാ ഒരു മരം, നമുക്ക് ആ മരത്തിന്റെ അടുത്ത് പോവാം. അവിടെ പോയിട്ട് അതിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആ മരത്തെ അങ്ങ് മുറിച്ചു കളയാം, എന്നൊരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മരത്തിനെ മുഴുവനായിട്ട് മുറിക്കണ്ട, അതിന്റെ വലിയ ഒരു ബ്രാഞ്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ മുറിച്ചെടുക്കാം എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എന്തിനാണ് ഒരു ബ്രാഞ്ച്, വലിയൊരു ബ്രാഞ്ച് എന്തിനാണ്, നമുക്കതിന്റെ ചെറിയ ഒരു കൊമ്പ് പൊട്ടിച്ചാൽ പോരെ, മുറിച്ചാൽ പോരെ എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു. അപ്പൊ നാലാമത്തെ ആൾ പറഞ്ഞു,
എന്തിനാണ് മനുഷ്യന്മാരെ ഈ ചെറിയ ബ്രാഞ്ച് പൊട്ടിക്കുന്ന ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഒരുപാട് ഫ്രൂട്ട്സ് വേസ്റ്റ് ആയി പോകും. മനസ്സിലായോ? നമ്മൾ 6 ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ആവശ്യമായ 6 മാത്രം എടുക്കാം. അതായത് അതിന്റെ മുകളിൽ കയറിയിട്ട് ആവശ്യമായ കൊലകൾ മുഴുവനായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. 4-ാമത്തെ ആള്. 5-ാമത്തെ ആള് പറഞ്ഞു, എന്തിനാണ് എല്ലാ കൊലകളും പറിച്ചെടുക്കുന്നത്? നമുക്ക് ആവശ്യമായത് മാത്രം മുകളിൽ കയറിയിട്ട് പറിച്ചെടുത്താ പോരെ എന്ന് ചോദിച്ചു. 6-ാമത്തെ ആള് പറഞ്ഞു, എന്തിനാണ് മുകളിൽ കയറുന്നത്? താഴെ തന്നെ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ഒരുപാടുണ്ട്. അത് കഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റോറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനസികാവസ്ഥ, മെന്റൽ സ്റ്റേറ്റ്. ജൈനമതത്തിൽ ഈ മെന്റൽ സ്റ്റേറ്റിനെ ലേഷ്യാസ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ 6 ആളുകളുടെയും മെന്റൽ സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഈ 6 ആളുകളും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാനസികാവസ്ഥയിൽ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികൾക്ക് ഏതൊക്കെ രൂപത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് എന്നും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ കഥ പറയുന്നതും അതുപോലെ തന്നെ ഈ 6 വ്യക്തികളുടെ ലേഷ്യാസ് അല്ലെങ്കിൽ മാനസികാവസ്ഥകൾ എന്തായിരിക്കും എന്നും ഞാൻ പറയാൻ കാരണം, നമ്മൾ ഇതിൽ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം പറഞ്ഞ ആളെ അതായത് നമുക്ക് ആവശ്യമായത് എടുക്കണമെങ്കിൽ നമുക്ക് ഈ മരം മുഴുവനും, ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ മരം മുഴുവനും മുറിച്ചു കളയാമെന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ആൾ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ സ്റ്റോറി അറിയാം. അവരുടെ മാനസികാവസ്ഥയെ, അവരുടെ ലേഷ്യാസിനെ, അവരുടെ മെന്റൽ സ്റ്റേറ്റിനെ മഹാവീരൻ വിളിക്കുന്നത് ബ്ലാക്ക് ലേഷ്യാസ് എന്നാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരിക്കലും കാരുണ്യം ഉണ്ടാവില്ല, കമ്പാഷൻ ഉണ്ടാവില്ല. ഇവരെപ്പോഴും മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് ഇവരെയും ഭയപ്പാടായിരിക്കും. എപ്പോഴും ഈ ആളുകൾ ഒരു വയലൻസിന്റെ അവസ്ഥയിലായിരിക്കും. അവരുടെ ഉള്ളിൽ മുഴുവനും അസൂയ കൊണ്ടും അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ കൊണ്ടും ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് കരിഞ്ഞുകൊണ്ടിരിക്കും, കത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അവര് മതങ്ങളിലോ ദൈവങ്ങളിലോ സ്പിരിച്വാലിറ്റിയിലോ മനുഷ്യ നന്മകളിലോ ഒന്നും വിശ്വസിക്കുന്നവരാവുകയില്ല. ഈ ഒരു മാനസികാവസ്ഥയിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മോശപ്പെട്ടതും അപകടം നിറഞ്ഞതുമാണ്. മഹാവീരൻ പറയുന്നു, ഈ ഒരു മാനസികാവസ്ഥയുള്ള ആൾ ഡെഫിനറ്റ്ലി വളരെ മോശമായതുകൊണ്ട് തന്നെ നരകത്തിൽ പതിക്കും എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോ ഇതാണ് ഒരു മൈൻഡ് സെറ്റ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ള അസൂയ കൊണ്ട് കുടുങ്ങുന്നുണ്ടോ? നമ്മുടെ അകത്ത് വെറുപ്പ്, വിഷമം ഇതുകൊണ്ട് ഇങ്ങനെ കത്തുന്നുണ്ടോ? നമുക്കൊരാളോടും കാരുണ്യമില്ലേ? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തെ ആള് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ബ്രാഞ്ച് മൊത്തത്തിൽ അങ്ങ് മുറിച്ചു കളയാമെന്ന് പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ. ഇതിൽ പറയുന്ന കളറുകൾ നിങ്ങൾ നോക്കണ്ട, അതൊരു റെപ്രസെന്റ് മാത്രമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് ബ്ലൂ ലേഷ്യ എന്ന് പറയും. ഈ ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ബ്ലൂ ലേഷ്യക്കാരാണ്. ഇവരുടെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ ഇവരെപ്പോഴും അഹംഭാവികളായിരിക്കും, മടിയന്മാരായിരിക്കും. മനസ്സിലായില്ലേ? അവര് എപ്പോഴും അവരുടെ എന്താ പറയുക, അവരുടെ സുഹൃത്തുക്കളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അതേപോലെ തന്നെ പലപ്പോഴും തന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ വഞ്ചിക്കുന്നവരായിരിക്കും അവർ. ഭീരുക്കളായിരിക്കും അവർ. സ്വന്തത്തെ പൊക്കി ഏതോ ഞാൻ വലിയൊരു സംഭവമാണ് എന്ന രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം.
ഊതി വീർപ്പിച്ച ബലൂൺ പോലെ, ഞാൻ നിങ്ങൾ കാണുന്നത് പോലെയൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ എത്രയോ മുകളിലുള്ള ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരു എന്താ പറയാ, സൂപ്പറേറ്റിൽ മുങ്ങിയ കുറുക്കനെ പോലെ തന്നെ ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിക്കുന്നവരായിരിക്കും അവർ. അവരും നേരത്തെ പറഞ്ഞ പോലെ മതങ്ങളെയും ദർശനങ്ങളെയും സ്പിരിച്വാലിറ്റികളെയും എല്ലാം അവഗണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരും എന്താ പറയാ, ഒരു 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 ഈ ഒരു മാനസികാവസ്ഥയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മഹാവീരൻ പറയുന്നു അയാൾ ഒരു ചെടിയായിട്ടോ മറ്റോ പുനർജനിക്കുമെന്ന്, അതായത് മരമായിട്ടോ മറ്റോ പുനർജനിക്കുമെന്ന് അദ്ദേഹം പറയും. ഇതൊരു സ്റ്റോറിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നുള്ള ഗുണപാഠമാണ്. അപ്പൊ നമുക്ക് ഈ അഹംഭാവമുണ്ടോ, നമുക്ക് അഹങ്കാരമുണ്ടോ, നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളെ അവഗണിക്കുന്ന സ്വഭാവമുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് വഞ്ചന നടത്തുവാനുള്ള സ്വഭാവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലേഷ്യയിലാണ് തിരിച്ചറിയുക. മനസ്സിലായോ? മൂന്നാമത്തെ അദ്ദേഹം പറയുന്നു, മൂന്നാമത്തെ ആ ഒരു ആൾ, അതായത് ആ ബ്രാഞ്ചസിനെ മുഴുവൻ, വലിയ ബ്രാഞ്ചസ് വേണ്ട, ചെറിയൊരു ബ്രാഞ്ചസിനെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആൾ, ആ ആളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ബ്രൗൺ ലേഷ്യക്കാരനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആളുകൾ, അതായത് ഈ ടൈപ്പ് ഓഫ് ബ്രൗൺ ലേഷ്യക്കാരായ ഈ മാനസികാവസ്ഥയുള്ള വ്യക്തികളെ സംബന്ധിച്ചോറും അവരെപ്പോഴും ഒരു തരം ഗ്ലൂമി അവസ്ഥയിലായിരിക്കും. ഒരു തരം ഗ്ലൂമി, എപ്പോഴും ഒരു തരം ഗ്ലൂമി അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുന്നത്. അവര് ചെയ്യുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ചെറിയ കാര്യങ്ങളെ പോലും വലിയതാക്കി പെരുപ്പിച്ചു കാണിക്കും. അവർക്ക് ഒരുപക്ഷെ അവരെ കുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ പറഞ്ഞ കാര്യം ചെറുതാണെങ്കിലും ശരി, അതിനെ പെരുപ്പിച്ച് കാണിക്കുക. അവർക്ക് ഒരിക്കലും എന്താവില്ല, ഒരു മെന്റലി ഒരു ബാലൻസിങ് അവർക്ക് ഉണ്ടാവില്ല. മാനസികമായ ഒരു ബാലൻസിങ്, ഒരു ഹാർമണി ഉള്ളിൽ ഉണ്ടാവുകയില്ല, ഒരു സുസ്ഥിരത ഉണ്ടാവില്ല ആളുകൾ, ബ്രൗൺ ലേഷ്യക്കാർക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി അയാൾ എപ്പോഴും ഒരു ഗ്ലൂമിയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും എന്താ പറയുക, മറ്റുള്ളവരുടെ സഹകരണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഒരു പോസിറ്റീവായ ഒരു എനർജി സ്വീകരിക്കുവാൻ സാധിക്കാതിരിക്കുകയും സ്വന്തം ഇങ്ങനെ ഗ്ലൂമിയായി ഉത്കണ്ഠാകുലനായി ചെറിയ കാര്യത്തിന് പോലും പർവ്വതീകരിച്ചുകൊണ്ട് വലിയ ഒച്ചപ്പാടും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരാളാണ് എങ്കിൽ, അതുപോലെ തന്നെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണെങ്കിൽ, ഇംബാലൻസ് ആണെങ്കിൽ തിരിച്ചറിയുക അയാൾ ബ്രൗൺ ലേഷ്യക്കാരനാണെന്നാണ് മഹാവീരൻ പറയുന്നത്. അപ്പോ വീരൻ പറയുന്നു, ഈ വിഭാഗത്തിലുള്ള ആളുകൾ എങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ വല്ല മൃഗമായോ മറ്റോ അല്ലെങ്കിൽ പക്ഷികളായോ മറ്റോ പുനർജനിക്കുമെന്ന്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു മെറ്റഫർ സ്റ്റോറിയാണ്. ഇത് ഇങ്ങനെ തന്നെയല്ല മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു യഥാർത്ഥ മനുഷ്യനല്ല ഇവർ എന്നതാണ് ഇതിന്റെ അർത്ഥം. ഒരു മറ്റേ ഇതിനേക്കാളും മോശമായിരുന്നു ആദ്യം പറഞ്ഞ ആള്, അവരൊരു മരത്തെ പോലെയാണെന്നാ പറയുന്നത്. അതിനേക്കാൾ മോശമാണ് ഫസ്റ്റ് പറഞ്ഞ ആള്, അയാൾ നരകത്തിലാണെന്നാ പറയുന്നത്. മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളേക്കാൾ ഇച്ചിരി ഭേദമാണ്. അതുകൊണ്ട് മരവും ചെടിയുമല്ല, അദ്ദേഹം മൃഗത്തോടാണ് മഹാവീരൻ ഉപമിച്ചത്. ഈ നാലാമത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച്, അതായത് നമുക്ക് ആ ബ്രാഞ്ചസ് ഒന്നും വേണ്ട, അതിന് കുലകൾ മാത്രം പറിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞ ആ ആളെ കുറിച്ച് പറയുന്നത് അവര് റെഡ് ലേഷ്യക്കാരാണ്. ആ ആളുകള്, അവരെ പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാണ്. ശ്രദ്ധിക്കണം, നമുക്ക് ശ്രദ്ധാലുക്കളാണോ? നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണത്. അവർ തിന്മ ചെയ്താലും ശരി, അവർക്ക് എന്താണ് തിന്മ എന്താണ് നന്മ എന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി ഉള്ള കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളും
അവരുടെ മനസ്സ് ഒരു തരം ഹാർമണിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അപ്പോ നമ്മൾ റിലീജിയനോ സ്പിരിച്വാലിറ്റിക്ക് ഉപരിയായിട്ട് മനസ്സ് ശാന്തമാവുകയും ഒരു തരം ഹാർമണിയിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കും അയാൾ. അങ്ങനെയുള്ള ഒരു വ്യക്തി അതേ അവസ്ഥയിൽ, അതായത് മരണസമയത്ത് എന്താണോ അവസ്ഥ അതാണ് അദ്ദേഹം ഇവിടെ പരിഗണിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ശാന്തിയിലാണെങ്കിൽ, ഹാർമണിയിലാണെങ്കിൽ, ആ മനുഷ്യൻ പിന്നീട് ഒരു മനുഷ്യനായിട്ട് ജനിക്കും. അതായത് അതിന്റെ അർത്ഥം അയാൾ ഒരു മനുഷ്യനാണ്. അയാൾ മൃഗത്തെക്കാളും പക്ഷികളെക്കാളും സസ്യങ്ങളെക്കാളും ഒക്കെ മുകളിലാണ്. അദ്ദേഹം ഒരു പൂർണ്ണനായ ഒരു മനുഷ്യൻ. അതായത് അദ്ദേഹം അവസാന നിമിഷം, അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അയാൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, അഞ്ചാമത്തെ മാനസികാവസ്ഥ, അതായത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ കയറി നമുക്ക് ആവശ്യമായ കുല, അതായത് നാലാമത്തെ ആൾ പറഞ്ഞത് നമുക്ക് ആവശ്യമായ ഒരുപാട് കുലകൾ എടുക്കാമെന്നാണെങ്കിൽ, അഞ്ചാമത്തെ ആൾ പറഞ്ഞത് നമുക്ക് ആവശ്യമായ 6 എണ്ണമല്ലേ, മുകളിൽ കയറിയിട്ട് ആ 6 എണ്ണം മാത്രം പറിച്ച് താഴോട്ടിറങ്ങാം എന്ന് പറഞ്ഞ ആള്, അവരുടെ മാനസികാവസ്ഥ യെല്ലോ ലേശിയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ കൂടുതൽ ദയാലുവാണ്, ഫോർഗിവ്നെസ് ആണ്. ഏതെങ്കിലും ഒരു മനുഷ്യനോടോ വ്യക്തികളോടോ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്താത്തവരാണ്. മൃഗങ്ങളോട് പോലും ഇവർ കാരുണ്യം കാണിക്കുന്നവരാണ്. ഇവര് എപ്പോഴും അവർ വിജിലന്റ് ആയിരിക്കും, അവർ ശാന്തരായിരിക്കും, ബോധമുള്ളവരായിരിക്കും. അവരുടെ ലാസ്റ്റ് ബ്രീത്ത് വരെ, മരണം വരെ അവർ എപ്പോഴും ഈ പറയപ്പെട്ട വേദനകളോ അതേപോലെ തന്നെ എന്താ പറയാ ദുഃഖങ്ങളോ ഇത് മാത്രം കടിച്ചമർത്തി ജീവിക്കുന്നവരായിരിക്കില്ല അവർ. അതിൽ നിന്നും അവർ എന്താ പറയാ അത് അവർക്ക് എഫക്റ്റ് ചെയ്യില്ല. ഭൗതികമായിട്ട് എത്ര ദുഃഖമുണ്ടായാലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും അത് അവരെ എഫക്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവർ ഫോർഗിവ്നെസ് ഉള്ള ആൾക്കാരാണ്. അവര് പരിപൂർണമായിട്ടും എന്താ പറയുക സ്നേഹവും കാരുണ്യവും ആർദ്രതയുമുള്ള ആളായിരിക്കും. ഈ ഒരു അവസ്ഥ ലാസ്റ്റ് മൊമെന്റിൽ ഒരു മനുഷ്യനുണ്ടായാൽ, അതായത് മരിക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യനെങ്കിൽ, അയാൾ സ്വർഗത്തിൽ, അതായത് അദ്ദേഹം ഒരു ദേവനായി ജനിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു 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 സ്വർഗസ്ഥനായ ഒരാളായിട്ട് ജനിക്കും. അതല്ലെങ്കിൽ അയാൾ ഒരു ഉന്നതനായിട്ട് മരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അവസാനത്താൾ മാനസികാവസ്ഥ, അല്ലെങ്കിൽ 6ാമത്തെ ആൾ എന്തിനാണ് മരത്തിന്റെ മുകളിൽ കയറുന്നത്? നമുക്ക് താഴെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് പഴങ്ങൾ, നമുക്ക് ആവശ്യമായത് എടുത്ത്, അഥവാ ഇനി ഉണ്ടെങ്കിൽ, അതായത് ഒന്നിനെയും ദ്രോഹിക്കാതെ, ഒന്നിനെയും വയലൻസിലോട്ട് പോവാതെ, എപ്പോഴും പ്രപഞ്ച നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, നോൺ വയലൻസും സത്യസന്ധതയും അതുപോലെ തന്നെ ആർദ്രതയും ഏതെങ്കിലും ഒന്നിനോട് അറ്റാച്ച്മെന്റോ ഡിറ്റാച്ച്മെന്റോ ഇല്ലാതെ ഒരു സമ്പൂർണമായും അവരുടെ തന്നെ ആത്മീയ ശക്തിയിൽ, ആത്മീയ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും അവർക്ക് രോഗമുണ്ടെന്നോ ശത്രുക്കളുണ്ടെന്നോ മിത്രങ്ങളുണ്ടെന്നോ എന്നൊന്നും ചിന്തിക്കാത്ത, ഫുൾ ടൈം പീസ്ഫുൾ, ഒരു മനുഷ്യനെയും ദ്രോഹിക്കാത്ത ഈ ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യനെങ്കിൽ അയാൾക്ക് മോക്ഷം ലഭിക്കും എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഞാൻ ഈ കഥ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു 6 മാനസികാവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ഈ 6 മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യൻ അവസാനം നിൽക്കുന്നത് ഏത് മാനസികാവസ്ഥയാണോ ആ മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടാവുക, അന്ത്യത്തിന് ശേഷം ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. ഇതിലൊരു രാജാവിന്റെ സ്റ്റോറി പറയുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ? യെസ് ഓർ നോ? ഇത് ഞാൻ പറയുന്നത് എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ, വെദർ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, യെസ് ഓർ നോ? വെരി ഗുഡ്. ഒരുപാട് ആളുകൾ 5 ആണ് 6 ആണെന്നൊക്കെ പറയുന്നത്. വെരി 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 ഗുഡ്, വളരെ സന്തോഷം, വെരി ഗുഡ്. അതായത് ഞാൻ ഈ കഥ നിങ്ങളോട് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ,
നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലോട്ട് മാറണം. 4, 5, 6 സ്റ്റേറ്റിലോട്ട് മാറണം നമ്മൾ. അതായത് 4ാമത്തെ സ്റ്റേറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. 4ാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ, അതായത് അവര് പഴക്കുലകളെ അദ്ദേഹം പറഞ്ഞ എന്താണ്, നമുക്കതിന്റെ മുകളിൽ കയറിയിട്ട് കുറെ പഴക്കുലകൾ എടുക്കാന്നാ പറയുന്നത്. മനസ്സിലായി? ബ്രാഞ്ചസ് വേണ്ട, കുലകൾ കുറെ എടുക്കാന്നാ പറഞ്ഞത്. എന്നാലും അതും മോശമാണ്. 5ാമത്തെ ആള് പറഞ്ഞ കയറി അതിന്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് നമുക്ക് ആവശ്യമായത് മാത്രം പറിച്ചെടുക്കാം. 6ാമത്തെ ആൾ പറഞ്ഞു എന്തിനാണ് മുകളിൽ കയറുന്നത്, താഴെ ഇതാ തൂങ്ങി നിൽക്കുന്നു, ഇതിൽ നിന്നും ആവശ്യമായത് നമുക്ക് പറിച്ചെടുത്തിട്ട് കഴിക്കാം. ഇതാണ് 6ാമത്തെ ആള്. അപ്പൊ ഈ 4ാമത്തെ ആള് ഇവിടെ മുതലാണ് പോസിറ്റീവ് തുടങ്ങുന്നത്. ഇവർ ശ്രദ്ധാലുക്കളാണ്, ഇവർ നന്മയും തിന്മയും വേർതിരിച്ചറിയുന്നവരാണ്. അവർക്ക് എന്താ പറയാ, അവരോട് തന്നെ അവര് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവർ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ട്, റിലീജിയസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും അതുപോലെ തന്നെ കുറെയൊക്കെ നിയമങ്ങൾ അനുസരിക്കുന്നവരുമാണ് എന്നതാണ് 4ാമത്തത് പറഞ്ഞത്. അവരൊരു മനുഷ്യനാണ്. 5ാമത്തത് പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമായത് മുകളിൽ കയറി എടുക്കാം, അധികം എടുക്കണ്ട, ആവശ്യമായത് മാത്രം മുകളിൽ കയറി എടുക്കാം. അവര് വളരെ ദയാലുക്കളാണ്. അവര് എന്താ പറയാ, ലാസ്റ്റ് ബ്രീത്ത് വരെ അവർക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും, അതായത് ലൈഫിൽ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഇഷ്യൂസ് ഒന്നും ഒരു ഇഷ്യൂസ് ആയിട്ട് അവർക്ക് തോന്നൂല. മനസ്സിലായില്ലേ? അവർക്ക് ഫോർഗിവ്നെസ് ഉണ്ടാവും, അവർ കൈൻഡ് ഹാർട്ടഡായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ചേമ്പിന്റെ ഇലയിൽ വെള്ളം മാറുന്ന പോലെയാണ് അവർ യേശില്ല. ലാസ്റ്റ് ബ്രീത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ അയാൾ ഒരു പുനർജനിക്കും, അല്ലെങ്കിൽ അയാൾ ഒരു സ്വർഗസ്ഥനായിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ദേവനായിട്ട് മാറും. 6ാമത് പറഞ്ഞത് എന്തിനാണ് മുകളിലോട്ട് കയറുന്നത്, താഴെ തന്നെ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, പഴങ്ങളുണ്ടല്ലോ, നമുക്ക് അത് പറിച്ചെടുത്ത് വിഷപ്പടക്കാം, എന്തിനു മുകളിലോട്ട് കയറണം എന്ന് പറയുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടും അവർ നോൺ വയലൻസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഹിംസ. ഒന്നിനെയും നിന്റെ നാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോട്, നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മനുഷ്യനെയും നീ ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ നീ രക്ഷപ്പെട്ടവനാണ്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോ ഇതിലൊരു സ്റ്റോറി പറയുന്നുണ്ട്. രാജാവ് നമ്മുടെ മഹാവീരനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സ്റ്റോറി. ഇത് മൊത്തത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രാജാവ് മഹാവീരനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു സന്യാസി ഉണ്ട്, മെഡിറ്റേഷൻ ഇരിക്കുന്നു. മെഡിറ്റേഷനിൽ ഒരു സന്യാസി ഇരിക്കുന്നു. ആ സന്യാസിയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ തേജസ്വരൂപനായ ഒരു സന്യാസി. രാജാവ് അവിടെ പോയി, ഒരു സ്പിരിച്വൽ ലെവലുള്ള ഒരു സന്യാസി, ഒരു രാജാവായതുകൊണ്ട് ആ സന്യാസിയുടെ മുമ്പിൽ പോയിട്ട് വണങ്ങി, അനുഗ്രഹം വാങ്ങി നേരെ മഹാവീരനെ കാണാൻ വേണ്ടി പോയി. മഹാവീരനോട് ചോദിച്ചു, അല്ലയോ പ്രഭു, അല്ലയോ ഗുരു, ഞാൻ എന്റെ കൊട്ടാരത്തിൽ നിന്നും അങ്ങയെ കാണാൻ വേണ്ടി വരുന്ന വഴിയിൽ ഞാൻ ഒരു സന്യാസിയെ കണ്ടുമുട്ടി, തേജസ്വരൂപനായ ഒരു സന്യാസി. ഈ സന്യാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ എവിടെയായിരിക്കും? ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, അദ്ദേഹം നിങ്ങൾ ഈ പറയുന്ന നിമിഷത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അയാൾ 7ാം നരകത്തിലായിരിക്കും. രാജാവ് ആകെ അത്ഭുതപ്പെട്ടു. തേജസ്വരൂപനായ ഒരു സന്യാസി, രാജാവിന് അല്പനേരം മിണ്ടാട്ടമില്ലാതെയായി. രാജാവ് എന്തു പറയണമെന്നറിയില്ല. അതായത് ഞാൻ പോരുന്ന സമയത്ത് അത്രയും തേജസ്സോടു കൂടി നിൽക്കുന്ന, അത്രയും ഭക്തിയോടുകൂടി നിൽക്കുന്ന ആ മനുഷ്യൻ 7ാം നരകത്തിലായിരിക്കുമെന്നാണ് പറയുന്നത്. എന്തുവാണ് ഇവിടെ സംഭവിക്കുന്നത്? രാജാവിനൊന്നും മനസ്സിലാവുന്നില്ല. രാജാവ് ഒന്നുകൂടി ചോദിച്ചു, ഗുരു, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒന്നുകൂടി പറയും, ഈ സമയത്ത് ഈ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അയാൾ എവിടെയായിരിക്കും എന്നതാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, അയാൾ സ്വർഗത്തിൽ ആണെന്ന് മാത്രമല്ല മാലാഖയായിട്ട് മാറും ഈ സമയത്ത് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഇദ്ദേഹത്തിന് കൺഫ്യൂഷനായി. ആർക്ക്? രാജാവ് മഹാവീരനോട് ചോദിച്ചു, സാർ എന്താണ്, ഗുരു എന്താണ് ഈ പറയുന്നത്? ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു എന്നാണ്. ഇത് മെറ്റഫറിക്കൽ സ്റ്റോറിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ കഥയിൽ
ഈ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ആഴത്തിലുള്ള പഠനമുണ്ട്. അപ്പോ മഹാവീരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത് എന്ന് മഹാവീരൻ രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് ഒന്നുകൂടി പറഞ്ഞു, അല്ല പ്രഭു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആദ്യം പറഞ്ഞു ഈ മനുഷ്യൻ നരകത്തിലാണ്, ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ മനുഷ്യൻ ഇപ്പോൾ മാലാഖയായി അതിന്റെ ആഘോഷമാണ് കേൾക്കുന്നത്, എന്തുവാണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ മഹാവീരൻ പറഞ്ഞു, നിങ്ങൾ കണ്ട ആ സന്യാസി അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോകുന്നതിന് തൊട്ടു മുമ്പ് 2 ഭടന്മാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം മെഡിറ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ഭടന്മാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭോ, നിങ്ങളുടെ രാജ്യം അട്ടിമറിക്കപ്പെട്ടു, മന്ത്രിമാരെല്ലാവരും നിങ്ങളുടെ അധികാരങ്ങളും നിങ്ങളുടെ എല്ലാം കൊള്ളയടിച്ചു, നിങ്ങളുടെ മകനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഇത് കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന് അതിശക്തമായ കോപമുണ്ടാവുകയും ദേഷ്യം കൊണ്ട് അദ്ദേഹം അലറുകയും മനസ്സിൽ അലറി വിളിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആയുധവും ഉപയോഗിച്ചുകൊണ്ട് തന്റെ മന്ത്രിമാരെയും എല്ലാം വെടിവെക്കുന്ന, തകർക്കുന്ന ചിന്ത. അപ്പോഴാണ് ആയുധങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞു. അവസാനം ഒന്നും കിട്ടാതെ ആയപ്പോൾ തന്റെ തലയിലുണ്ടായിരുന്ന ഒരു 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 തൊപ്പി ഉണ്ടായിരുന്നു, സ്റ്റീൽ തൊപ്പി ഉണ്ടായിരുന്നു, കിരീടമുണ്ടായിരുന്നു. അതെടുത്ത് മന്ത്രിക്ക് വലിച്ചെറിഞ്ഞു, മന്ത്രിയുടെ ദേഹത്ത് വലിച്ചെറിഞ്ഞു. ഏകദേശം രാജാവേ, നിങ്ങൾ ഈ സന്യാസിയെ വന്ദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ മനുഷ്യന്റെ അവസ്ഥ ഇതായിരുന്നു. മനസ്സിലായില്ല? നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് രാജാവെ, നിങ്ങൾ വന്നിച്ചു പോയപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇപ്പോൾ പഴയതുപോലെ രാജാവല്ല, ഞാൻ രാജാവിന്റെ സ്ഥാനമൊക്കെ ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഒരു സന്യാസിയായി, അധികാരങ്ങളും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒഴിവാക്കിയ ഒരു സന്യാസിയാണ് ഞാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 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 പരിത്യാഗിയാണ് താൻ എന്ന് മനസ്സിലാവുകയും തന്റെ തലയിലോട്ട് നോക്കുന്ന സമയത്ത് താൻ ഇപ്പൊ രാജാവല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും പിന്നീട് അദ്ദേഹം മനസ്സ് ശാന്തമാവുകയും ശാന്തമായി 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 എല്ലാവർക്കും പുറത്തു കൊടുത്തു. മനസ്സ് വളരെ ശാന്തമായ അവസ്ഥയിലോട്ട് പോയി. നിങ്ങൾ ആദ്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം 7ാം നരകത്തിലാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ആ ഒരു യുദ്ധത്തിലായിരുന്നു, സംഘട്ടനത്തിലായിരുന്നു, കോൺഫ്ലിക്റ്റിലായിരുന്നു. അദ്ദേഹം ആ സമയത്ത് മനസ്സുകൊണ്ട് തകർക്കുകയായിരുന്നു. അസമയത്തെങ്ങാനുമാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ഉറപ്പാണ് ആ മനുഷ്യൻ 7ാം നരകത്തിലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നു. ഇപ്പൊ അദ്ദേഹം വളരെ ശാന്തനാണ്, വളരെ സ്വസ്ഥതയുള്ള ആളാണ്, വളരെ സമാധാനമുള്ള ആളാണ്. അപ്പൊ ഈ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദേവനായിട്ട്, ഒരു മാലാഖയായിട്ട്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തും മനസ്സിനെ ശാന്തമാക്കി നിർത്താത്തവൻ ഈ അവസ്ഥയിലായിരിക്കും. എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഒരു ദയം കാണിക്കാത്ത ആള്, അദ്ദേഹം നരകാവസ്ഥയിലാണ്. മനസ്സിലായി? അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പളും ഇല്ലാതെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും സ്വാർത്ഥതയായി നടക്കുന്ന ആൾക്കാർ, അവരൊരു മരത്തിന് തുല്യമാണ്. അവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. മനസ്സിലായി? എപ്പോഴും ഗ്ലൂമിയായി, ടെൻഷൻ അടിച്ച്, സ്ട്രെസ്സായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗങ്ങൾക്ക് തുല്യമാണ്. മാനസികാവസ്ഥ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശരിയും തെറ്റും ഒക്കെ വേർതിരിച്ചറിയുവാൻ സാധിക്കുന്ന നിമിഷം മുതലാണ് നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. കുറച്ചൊക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ പാലിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും അങ്ങോട്ട് പോയി ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും ബാധിക്കാത്ത രൂപത്തിൽ മനസ്സ് ശാന്തവും സ്വസ്ഥവും ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ദേവന് തുല്യനാണ്, അല്ലെങ്കിൽ സ്വർഗസ്ഥനാണ്. അതുക്കും മുകളിൽ പോയിട്ട് ഒരു പ്രാണിയെയും ഒന്നിനെയും ദ്രോഹിക്കാതെ സത്യത്തിലും ധർമ്മത്തിലും മാത്രം നിലകൊള്ളുന്ന ആളുകൾ, അവർക്ക് എത്ര ഏറുകൊണ്ടാലും ഏറുകളുടെയും എന്താ പറയുക,
അക്രമങ്ങളുടെയും ഒരു മഹാഘോഷയാത്ര ഉണ്ടായാലും ശരി, അതൊന്നും ഏൽക്കാതെ ആ രൂപത്തിൽ എന്നാലും തിരിച്ചു ഒരു പ്രഹരവും കൊടുക്കാത്ത രൂപത്തിലുള്ള ആ നോൺ വയലൻസ്, അഹിംസയിലും സത്യത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്കെങ്കിൽ നമ്മൾ മോക്ഷപ്രാപ്തിക്ക് യോഗ്യരാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ അവസാന നിമിഷത്തെ മാനസികാവസ്ഥ? ഇതിനാണ് ലേഷ്യ എന്ന് പറയുന്നത്. അപ്പോ ഈ 6 മാനസികാവസ്ഥയിലൂടെയും ഓരോ മനുഷ്യനും പല ഘട്ടങ്ങളിലായിട്ട് കടന്നു പോവാം. ചില സമയത്ത് നമ്മൾ കണ്ണില്ലാത്ത ക്രൂരനാവാം, ചില സമയത്ത് നമ്മൾ വഞ്ചകനാകാം, ചില സമയത്ത് നമ്മൾ ടെൻഷൻ ആവാം. അപ്പൊ ഓർക്കുക, ഈ 3 അവസ്ഥയിൽ നിന്നുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിലോട്ട് പോകും. ഇതൊരു മെറ്റഫറാണ്, എങ്കിലും ഒരുപാട് പാഠമുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് സത്യവും ധർമ്മവും അല്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന രൂപത്തിലോട്ട് മാറുമ്പോൾ നമ്മളൊരു മനുഷ്യനാകും. നമ്മൾ ദയയും കാരുണ്യവും ഫൊർഗീവ്നെസ്സും ലവും അൺകണ്ടീഷണൽ ലവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. മനസ്സിലാക്കേണ്ടത്, ഒരാളെയും നമ്മൾ ഒരു മോശക്കാരനായിട്ട് കാണേണ്ടതില്ല. ഒരു പക്ഷേ നമ്മൾ ആ കാണുന്ന സമയത്ത് അദ്ദേഹം ഈ പറയപ്പെട്ട ബ്ലാക്കോ ബ്ലൂവോ ഏതെങ്കിലും ലേഷ്യയിലായിരിക്കും. പക്ഷെ അത് അദ്ദേഹത്തിന് മാറ്റാം. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെയും വിധിക്കാൻ പോകരുത് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇത്രയും പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ അവസാനത്തെ ഈ മൂന്നിലോട്ട്, അതായത് ശാന്തിയിലോട്ട്, സമാധാനത്തിലോട്ട്, സ്വസ്ഥതയിലോട്ട്, ഇത് സ്ഥായിയായി പോകുവാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തേ പ്ലീസ്. ടൈപ്പ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? മീ 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 എന്ന് ടൈപ്പ് ചെയ്തേ. ആർക്കും താല്പര്യമില്ലേ? പ്ലീസ് ടൈപ്പ് യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും നമ്മൾ ഈ രൂപത്തിലായിരിക്കണം. ഒരു സന്യാസിയാണ് എന്ന് വിചാരിച്ച് അയാള്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരാളെ കണ്ടു, അയാള് എക്കാലവും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ല? ഒരു ദുഷ്ടനെ കണ്ടാൽ അയാൾ എല്ലാ കാലത്തും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതെപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ശാന്തിയിലോട്ട്, സമാധാനത്തിലോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അതിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് തളച്ചിടുകയും ചെയ്യാം. അതിന് എല്ലാ ദിവസവും നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ ഈ റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ ഒരു തരം ശാന്തി, ഒരു തരം സമാധാനം, ഒരു തരം സ്വസ്ഥത. ഇപ്പൊ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ EFT ഇപ്പൊ ട്രഷർ കോഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവരുടെ മനസ്സ് ഏതൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് നമ്മൾ സമയം ചെലവഴിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായി മാറുകയുള്ളൂ എന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സംസാരിക്കാം. മനസ്സിലായോ എന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്? യെസ് ഓർ നോ? ഒരു മിനിറ്റ് സംസാരിക്കാവോ? എനിക്ക് ആന്റണിയാണ്, എറണാകുളത്ത് നിന്ന്. പറയൂ സാർ. ഞാൻ നേരത്തെ സംസാരിച്ചു. കേൾക്കുന്നില്ല സാർ. എല്ലാവരോടും സംസാരിക്കാതെ ഒരാൾ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യൂ സാർ, അൺമ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ കേൾക്കുന്നില്ല. സാർ, ഞാൻ എറണാകുളത്ത് നിന്ന് ആന്റണിയാണ്. ഓക്കെ. സെയിന്റ് ആന്റണി ആകാനല്ല ഉദ്ദേശം. ഞാൻ 1.5 വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാറിന്റെ ക്ലാസ്. ഞാൻ ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. 26-ാം തീയതി എറണാകുളത്ത് വരാമെന്ന് വെച്ചിരുന്നു. ഞാൻ വൈപ്പിനിലാണ്. നോർത്തിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ എനിക്ക് ശരിക്കും വീട്ടിലേക്ക്. പക്ഷെ അന്ന് അസൗകര്യമുള്ള പനിയായിരുന്നു, ചുമയായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞനുസരിച്ച് എനിക്കൊരു ഇത് തന്നിരുന്നു, വീഡിയോ തന്നിരുന്നു. ഏതെന്ന് വെച്ചാല്, അന്ന് സിംഗപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ല സാറ്? അത് സിംഗപ്പൂർ എങ്ങനെ ഒരാളുടെ ചിന്താഗതി മാറിയപ്പോ എങ്ങനെ ഡെവലപ്പായി എന്നുള്ളത്. ഞാൻ ദുബായിൽ 12 വർഷത്തോളം വർക്ക് ചെയ്ത ഫിനാൻസ് മാനേജറായിട്ട്. ദുബായും ഇതുപോലെ ഓരോ മിനിറ്റും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. 50 വർഷത്തിനുള്ളിലാണ് ദുബായ് ഒരു
ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉം. എന്ന ഒരു ഭരണാധികാരി ഏറ്റെടുത്ത ശേഷം ഷെയ്ഖ് സായിദ് അല്ലേ സാർ? ഷെയ്ഖ് സായിദ് ആണ് ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ്. ഷെയ്ഖ് സായിദ് ആണ് ഷെയ്ഖ് സായിദ്, അതെ അതെ, ഷെയ്ഖ് സായിദ് അബുദാബി ഭരണാധികാരി. അപ്പോ ഇതൊക്കെ നടക്കുന്നത് ഒരാളുടെ ചിന്താഗതി വന്ന പോസിറ്റീവ് വൈബാണ്. അത് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, 101% കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ ക്ലാസ്സിൽ ഇനി 500 പേരാകും ഇപ്പൊ തന്നെ. ഈ ക്ലാസ്സിൽ ഇപ്പൊ 300 കഴിഞ്ഞില്ലേ, ഇന്ന് 331 വരെ കൗണ്ട് വന്നു. 500 ആവും. എന്റെ സഹോദരന്മാര് നാളെ തുടങ്ങി ജോയിൻ ചെയ്ത് തുടങ്ങും, എന്റെ ബ്രദേഴ്സിന്റെ ആൾക്കാർ ജോയിൻ ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാനും അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സാറിന്റെ വീഡിയോ അയച്ചു കൊടുക്കും, ലിങ്ക് കൊടുക്കും. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് അധികം, പക്ഷെ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യണം, മറ്റേ നമ്മുടെ സൂം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ അറിയാത്ത ആൾക്കാരാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്, സൂം അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവരെ എന്റെ കൂടെ ഇരുത്തിയിട്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആണ് ഇത്. ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ സാറിന് ദൈവം അനുഗ്രഹിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്, ഒരാളെയും വിധിക്കരുത്, എല്ലാവരും അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അപ്പൊ ഈ സംസാരിക്കുന്ന ഞാൻ ഏത് സമയത്തും അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. കേൾക്കുന്ന നിങ്ങൾ ഏത് സമയത്തും അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അവിടെ പരിഗണിക്കുന്നത് നമ്മൾ മഹാവീരൻ പറഞ്ഞ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഏത് മാനസികാവസ്ഥയാണോ അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ. അത് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് പറയുന്നത്, എല്ലാ ദർശനങ്ങളും ഒരുപോലെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലോകത്തിലെ ഏറ്റവും പഴയ മതമാണ് ഹൈന്ദവ മതം. എല്ലാ മതങ്ങളും അതിന്റെ ഒരു ഉപശാഖകളായിട്ടാണ് വരുന്നത്. ഏകദേശം എല്ലാ മതങ്ങളും, സെമിറ്റിക് റിലീജിയസ് ഉൾപ്പെടെ. അപ്പോ അതിന്റെ ഭാഗമാണ് ബുദ്ധമതവും ജൈനമതവും പറയപ്പെട്ട നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഏകദേശം മതങ്ങളൊക്കെ. എല്ലാം പറയും ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് വി ഷുഡ് ബി, നമ്മൾ അവസാനം പറഞ്ഞ ആ 3 ലേഷ്യയിൽ, വൈറ്റ് ലേഷ്യയിലോട്ട്, ആ ലെവലിലോട്ട് പോവാ, അവർക്ക് മോക്ഷം വേണം. ഓക്കെ, വളരെ സന്തോഷം. അപ്പോ നമ്മൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ബ്ലാക്കിലോ ബ്ലൂയിലോ ഒക്കെ കടന്ന് അലയുന്ന ആളുകളാണെങ്കിൽ അതിൽ നിൽക്കരുത്. അപ്പോ അതിന് കൂടെ തന്നെ പറയാനുള്ളത്, നമ്മൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിന്റെ ഒരു ഓൺലൈൻ സെഷൻ, കാരണം ഒരുപാട് ആളുകൾക്ക് ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ നേരത്തെ ആന്റണി സാർ പറഞ്ഞ പോലെ സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ഉള്ളിൽ ഈ തരം ശാന്തി കൊണ്ടുവരാൻ പറ്റുന്ന ഇക്കാലഘട്ടത്തെ ഏറ്റവും വലിയ ടൂളാണ് EFT എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഓൺലൈൻ സെഷൻ ഈ മാസം തന്നെ ജനുവരി 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇപ്പോൾ തന്നെ അറിയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ എറണാകുളത്തും മറ്റൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ജനങ്ങളോട് പറയാതിരുന്നാൽ അത് നമ്മൾ ഈ ലോകത്തോട് ചെയ്യുന്ന നന്മയാണോ തിന്മയാണോ? ഇതിൽ പങ്കെടുത്ത ഒരാൾ സംസാരിച്ചു. നന്മയാണ് സാറേ. അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അത് തിന്മയായിട്ട് മാറും. അത് നന്മയാണ് സാറേ. കാരണം വെച്ചാല് ഞാന് കോഴിക്കോട് EFT ഫസ്റ്റ് ചേർന്ന ഒരാളായിരുന്നു. അഷ്റഫാണ് സാറേ. മനസ്സിലായി. അപ്പൊ എനിക്ക് സാറിന്റെ ഇതേമാതിരി ഞാനിപ്പോ സോഷ്യൽ മീഡിയയിലുള്ള ഇത് കണ്ടിട്ടാണ് ഞാൻ EFTയിൽ പങ്കെടുത്തത്. അന്നു മുതല് ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇന്ന് ഞാനിപ്പോ സാറിന്റെ അത് കണ്ടിട്ട് ഞാൻ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ അതിനോടുള്ള ഒരു താല്പര്യം, പഠിക്കണം, അത് സാറ് പറയുന്ന കാര്യങ്ങള് അത് 101% ജനുവൻ 101% അത് പക്ക എന്നുള്ള കാര്യത്തിലാണ്. നമ്മള് ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിലും അത് പകർത്തില്ലെങ്കിൽ വലിയൊരു നഷ്ടം സംഭവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇന്ന് ഞാനുള്ളത്. അതുപോലെ എല്ലാവരും ആവണം. കാരണം വെച്ചാല് സാറിൽ നിന്ന് അത് കിട്ടുന്ന അറിവുകളെ അത് ഓരോരുത്തർക്ക് സാറിൽ നിന്ന് ഉള്ളതിന്റെ പേരിലാണ് സാർ അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം, എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയാണ്. അല്ലാതെ വേറെ സാറ് അതിൽ നിന്നൊരു സാമ്പത്തികമോ മറ്റുള്ള കാര്യങ്ങളൊന്നും സാറ് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് 100% അറിയാം. അതാണ് അതിന്റെ യഥാർത്ഥം. അത് സാറത് മറച്ചു വെച്ചല്ല വേറൊരു തലമുറ അല്ലെങ്കിൽ വേറൊരാളത് അറിയില്ലല്ലോ. അത് അറിയണം എന്നുള്ള വലിയൊരു കാര്യമാണ് സാറിന്റെ ജീവിതത്തിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. അതായത് നമ്മൾ ചില ആളുകൾ ചിന്തിക്കും, സാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ കുറിച്ച് പറയുന്നു? കാരണം എനിക്കറിയാം, അതിലൂടെ കടന്നുപോയ ഒരുപാട് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ, അതായത് ഡിവോഴ്സിന്റെ വക്കത്തെത്തിയ ആളുകൾ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ സൂയിസൈഡിന് കയറ് വാങ്ങാൻ വേണ്ടി പോയ ആളുകൾ,
ഇവരൊക്കെ ആ കയറ് വാങ്ങാനുള്ളതും ഒക്കെ വലിച്ചെറിഞ്ഞ് അതെങ്കിൽ വൈവാഹിക ജീവിതം അവസാനിപ്പിച്ച് ഇനിയൊരു ഇത് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒന്നായത്. അതുപോലെ തന്നെ ഒരുപാട് മരുന്നിന് അഡിക്റ്റ് ആയ ആളുകളുടെ അസുഖങ്ങൾ മാറി. നമ്മളെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. ഒത്തിരി ഇപ്പൊ നിങ്ങൾക്കറിയാം, എറണാകുളത്തും കോഴിക്കോടൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിച്ചു. നമ്മൾ വളരെ കുറഞ്ഞ 1 or 2 മാത്രമേ നമുക്ക് പബ്ലിക്കാക്കി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയും ആളുകളുടെ അനുഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കോഴിക്കോട് ഇത്ര ആൾക്കാർ സംസാരിച്ചു സാറേ, ഒരുപാട് ആൾക്കാർ സംസാരിച്ചു ഇല്ലേ? സംസാരിച്ചു. ഇതൊക്കെ നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല, ഒരാളും കണ്ടില്ല. സംസാരിച്ചു. ഇപ്പൊ ജയന്തി മാഡം, നിങ്ങളൊക്കെ അന്ന് സംസാരിച്ചു. വളരെ കുറഞ്ഞ ആൾക്കാർ സംസാരിക്കുന്നതേ കാണുന്നുള്ളൂ. കാരണം അത്രയും ആളുകളുടെ അനുഭവങ്ങൾ അവിടെ കിടക്കുകയാണ്. യെസ് ഓർ നോ? സംസാരിച്ചിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, അപ്പോ നിങ്ങൾ കാണുന്നതിനപ്പുറം എത്രയോ ഇരട്ടിയാണ് ആളുകളുടെ അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ഇപ്പോൾ തന്നെ നമ്മുടെ സാറും കോണ്ടാക്ട് ചെയ്യാം. ഒരാളുണ്ട് പങ്കെടുക്കാൻ സാറേ. ആയിക്കോട്ടെ. അതൊന്ന് സാറോടൊന്ന് സംസാരിച്ചാൽ മതി. അതിൽ ഒരു പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ 1 മാസത്തെ കോഴ്സാണത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ, കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ കൂടെ ഒരു ടീം ഉണ്ടാവും, ഒരാൾ നിങ്ങൾ എപ്പോഴും മെന്റർ ചെയ്യാനുണ്ടാവും. കാരണം ഇത് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്യുവാൻ ഇതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവില്ല, ക്ലാസ് മാത്രമാവില്ല. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇതിന് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. കാരണം അവരൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരുപാട് നിങ്ങൾക്കറിയാലോ, സോഷ്യൽ മീഡിയ ആവട്ടെ എല്ലാത്തിനും അതിൻ്റെതായതുകൊണ്ട് അത് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നത് ഡെഫിനറ്റ്ലി നിങ്ങളത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഒരു കുട്ടിയെ സാറേ എന്നോട് ചോദിച്ചേ, ലിങ്ക് അയച്ചു കൊടുക്കും, എനിക്കൊന്ന് ഇതിൽ ചേരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് എന്താ ചെയ്തേ? ലിങ്ക് അയച്ചു കൊടുത്തോളൂ. അയച്ചു കൊടുക്കാല്ലേ? ഇതിന്റെ ഇത് ചേരാൻ മതി. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഇതിന്റെ ലിങ്കും കാര്യങ്ങളും അയച്ചു കൊടുക്കും. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടി. ഇപ്പൊ ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത് കിട്ടുന്നത്. നിങ്ങളും എല്ലാവർക്കും അയച്ചു കൊടുത്തോളൂ. ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ അത് ടൈം ഓഫ് ഡെത്ത്, നമ്മുടെ മാനസികാവസ്ഥ എന്താണോ എല്ലാവരും രക്ഷപ്പെടണല്ലോ. ഏറ്റവും പ്രധാനം. അത് EFT പങ്കെടുക്കുന്ന സമയത്തോ ചെയ്യുന്ന സമയത്തോ മാത്രമല്ല, എപ്പോഴും പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്ന. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഉറക്കം എങ്ങനെയുണ്ട് ജയന്തി മാഡം? ഉറക്കം എങ്ങനെയുണ്ട് രാത്രി? ഉറക്കം എന്ന് പറയാനായിട്ട് ഞാൻ 11:30 വരെ ആയിട്ടാണ് കിടക്കണത്. 11:30 കിടക്കും, 4 മണിക്ക് എനിക്കും. ആ ഇടയിലുള്ള സമയം ഉറങ്ങണുള്ളൂ. ആ ഉറക്കം നല്ല ഉറക്കം. ഒറ്റ ഉറക്കം ഉറങ്ങും. വെരി ഗുഡ്. അതുപോലെ തന്നെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, സാറേ ബദറുദ്ദീൻ സാർ ഒന്ന് സംസാരിച്ചോളൂ. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Thank you, sir. Thank you very much. Thank you, sir. Thank you. Thank you, sir. Thank you, sir.